എന്താ ഇവിടെ കേക്ക് കട്ടിംഗ് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അപ്പൊ ടി വിക്കാരൊന്നും വരുന്നില്ലേ? ടി വിക്കാരോ? അതെന്തിനാ ചെറിയമ്മേ? അയ്യോ, അപ്പൊ ഇത്രയൊക്കെ അറേഞ്ച് ചെയ്തിരിക്കുന്ന എന്തിനു വേണ്ടിയാ? അയ്യോ ചെറിയമ്മേ, ഇന്ന് വിക്രാന്തിന്റെയും പ്രീതുവിന്റെയും ബർത്ത്ഡേ അല്ലേ, അതിനായി അറേഞ്ച്മെന്റ്സ് ഒക്കെ ചെയ്തേ. നടക്കടേ. എടാ സുമേഷ്, തന്നെ എന്റെ കയ്യിൽ കിട്ടിയാലുണ്ടല്ലോ, തനിക്ക് ഞാൻ വെച്ചിട്ടുണ്ട്. ഈ സുമേഷ് ഇതെവിടെ പോയി? അല്ല, ആ സുമേഷിന് എന്നോട് കള്ളം പറയാൻ എങ്ങനെ ധൈര്യം വന്നു? ചിപ്സ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ ആവാൻ ഞാൻ എന്തോരം കൊതിച്ചെന്നറിയോ? എന്നിട്ട് ഇവിടെ മുഴുവൻ ഞാൻ ഇന്ന് വൃത്തിയാക്കുകയും ചെയ്തു. എടാ സുമേഷേ, തന്നെ എന്റെ കയ്യിൽ കിട്ടും. കിട്ടിയാ ഞാൻ നിന്നെ വെറുതെ വിടുമെന്ന് വിചാരിക്കണ്ട. ചിപ്സ് കഴിക്കുന്ന പോലെ ഞാൻ തന്നെയും പിടിച്ച് തിന്നാൻ പോവാ. ആകെ ഒരു ഉറുപ്പിന്റെ അത്രയല്ലേ ഉള്ളൂ, എന്നിട്ട് താൻ എന്നെ പറ്റിച്ചു അല്ലേ?
ഈ പെണ്ണുപിള്ളയുടെ മുൻപിൽ പോയി നിൽക്കാതിരിക്കുന്നതായിരിക്കും എനിക്ക് നല്ലത്. എന്തായാലും എന്നെ തിന്നാതെ ഇവര് വിടില്ല എന്നുള്ളത് ഉറപ്പായി. ഇനിയിപ്പൊ എന്ത് ചെയ്യും? അവരെന്നെ പിടിച്ചിടിക്കോ? അല്ല, അവരുടെ കൈ കൊണ്ടൊന്ന് തൊട്ടാ മതി. പിന്നെ എന്റെ ജീവിതം കൊണ്ട് ഒരു അർത്ഥമില്ലാതായി പോകും. മാത്രമല്ല, പിന്നെ എന്റെ ജീവിതത്തില് എന്റെ മീനുവിനെ ഞാൻ എങ്ങനെ കല്യാണം കഴിക്കും? ഞങ്ങൾ എങ്ങനെ ജീവിക്കും? ഈ ടാങ്കർ ലോറിയുടെ അടിയിൽ നിന്ന് എന്നെ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണേ. ആദി സാർ വിചാരിച്ചാൽ എന്നെ രക്ഷിക്കാൻ പറ്റും. ഇല്ലെങ്കിൽ ഇന്ന് എന്റെ മരണം സംഭവിക്കുമെന്ന് ഉറപ്പാ. എടാ സുമേഷേ, തന്നെ ആരിപ്പോ ഇവിടെ കൊല്ലാനാ? കാര്യം എന്താ? കൃത്യമായിട്ട് പറയും. അത് പിന്നെ ആദി സാർ, ഞാൻ എന്താ ചെയ്തതെന്നറിയോ? അടുത്ത ചിപ്സ് കമ്പനിയുടെ ബ്രാൻഡ് അംബാസിഡർ മേഡം അല്ലേ? സത്യമാണോ സുമേഷ്? നമ്മുടെ വേദാന്ത് ബോസും ആദി സാറും കൂടെ ജോയിന്റ് വെഞ്ചറിൽ ഒരു ജങ്ക് ഫുഡ് ഫാക്ടറി ഓപ്പൺ ചെയ്യാൻ പോവല്ലേ? അതില് ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് മേഡത്തെ വെച്ചേക്കുന്നേ. ഇപ്പൊ യാമിനി മേഡം എന്നെ അന്വേഷിച്ച് നടക്കുക. മേഡത്തിന്റെ കയ്യിൽ എന്നെ കിട്ടിയാലേ എന്നെ കൊല്ലൂന്ന് ഉറപ്പാ. എന്തെങ്കിലും ചെയ്ത് എന്നെ ഒന്ന് രക്ഷിക്കണം. കള്ളം സുമേഷ്. ആദിത്യ, നിന്റെ കണ്ണിൽ പോലും ഞാനൊരു കോമഡി പീസായി മാറിയല്ലോ മോനെ. ചെറിയമ്മേ, എന്തിനാ അങ്ങനെയൊക്കെ പറയുന്നത്? ഒരു പ്രശ്നമില്ല. ആ സുമേഷ് പറഞ്ഞു വന്ന കള്ളം ഞാൻ വിശ്വസിച്ചു. നിങ്ങളുടെ മുമ്പിൽ ഒരു ബോധമില്ലാത്തവളായില്ലേ ഞാൻ? സോറി. നിനക്കെങ്കിലും എന്നോട് സത്യം പറയായിരുന്നില്ലേ? ചെറിയമ്മേ, എന്തിനാ ഇങ്ങനെ ടെൻഷൻ ആവുന്നേ? സുമേഷ് കള്ളമൊന്നും പറഞ്ഞിട്ടില്ല. അവൻ സത്യം തന്നെ പറഞ്ഞത്. ഞങ്ങളുടെ ചിപ്സ് കമ്പനിക്ക് ചെറിയമ്മ തന്നെ ബ്രാൻഡ് അംബാസിഡർ ആക്കണമെന്ന് ഞങ്ങൾ സംസാരിച്ചതേ ഉള്ളൂ. ഇപ്പൊ ഞങ്ങൾക്ക് അതിന് സമയമില്ലാത്തതുകൊണ്ട് അത് പോസ്റ്റ്പോൺ ചെയ്തത്. എന്താ? സത്യമായിട്ട് എന്നെ ബ്രാൻഡ് അംബാസിഡർ ആക്കാൻ പോവാണോ? അതെ ചെറിയമ്മ. ചെറിയമ്മയ്ക്കല്ലാതെ മറ്റാർക്കും അത് പറ്റുക? ആദി, എനിക്ക് ഇപ്പോഴൊരു മനസ്സമാധാനായത്. താങ്ക് യു സോ മച്ച്. ആദി സാറേ, എന്റെ ജീവനായി ഇപ്പൊ രക്ഷിച്ചത്. താങ്ക് യു ആദി സാർ. ശരി ആയിക്കോട്ടെ. വലിയൊരു ആപത്തിൽ നിന്ന് എന്നെ ഇപ്പൊ രക്ഷിച്ചത്. സോറി, ആരും ഇങ്ങനെ തള്ളിയിട്ടിട്ട് നടന്നു പോയത് ബോധമില്ലേ? സോറി ആദി സാറേ. ആരും മനഃപൂർവ്വം വന്ന് എന്നെ തള്ളിയിട്ടിട്ട് പോയതാ. സാരമില്ല, പോട്ടെ സുമേഷേ. ഒന്ന് വാഷ് ചെയ്താൽ ക്ലീൻ ആവൂലേ? നിന്റെ ഒരു കാര്യം. എന്നാലും ആരാ എന്നെ തള്ളിയിട്ടത്? പാവം ആദി സാർ. വേറെ ആരെങ്കിലും ആയിരുന്നെങ്കിൽ എന്നെ ഉറപ്പായിട്ട് പിടിച്ചാനെ. ആദിത്യ സാർ, ഒരു മിനിറ്റ്. സാറിനോടൊന്ന് സംസാരിക്കാനുണ്ടായിരുന്നു. ആരാ സംസാരിക്കുന്നത്? ഞാനാ, അമൂല്യ. അമൂല്യ? എവിടെയാ അമൂല്യ? കാണുന്നില്ലല്ലോ. എന്നെ സാറിന് കാണാൻ പറ്റില്ല. എന്റെ വേദാന്തിന് മാത്രമേ എന്നെ കാണാൻ പറ്റൂ. സാർ, എനിക്കൊരു ചെറിയൊരു ഹെൽപ്പ് ചെയ്തു തരാൻ പറ്റുമോ? എന്താ? എനിക്ക് വേദാന്തുമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നൊരു ആഗ്രഹമുണ്ട്. അയ്യോ, ഇതിനിപ്പോ ഞാനെന്താ ഹെൽപ്പ് ചെയ്യണ്ടേ? വേദാന്ത് നിന്റെ അല്ലേ? നിനക്ക് എപ്പോ വേണമെങ്കിലും ഒരുമിച്ച് സംസാരിക്കാലോ. അതങ്ങനെയല്ല. ഇവിടുന്ന് തിരിച്ചു പോയി കഴിഞ്ഞാ ഞങ്ങളുടെ എൻഗേജ്മെന്റ് ആയിരിക്കുമല്ലോ. പിന്നെ ഞങ്ങളുടെ വെഡിങ് പ്രിപ്പറേഷൻസിന് വേണ്ടി എല്ലാവരും എൻഗേജ്ഡ് ആയിരിക്കും. പിന്നെ ഞങ്ങൾക്ക് ഒറ്റയ്ക്ക് ടൈം സ്പെൻഡ് ചെയ്യാന്ന് വിചാരിച്ചാ അതെന്തായാലും നടക്കില്ല. ഇവിടെ വരുന്നതിന് മുമ്പ് ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടായ കാര്യം സാറിന് അറിയാവുന്നല്ലേ? സോ അതുകൊണ്ട് സാർ പ്ലീസ് ഒന്ന് ഹെൽപ്പ് ചെയ്യാമോ? ശരി, തീർച്ചയായിട്ടും ചെയ്യാം. ഇനിയും എന്റെ നാടകം തുടങ്ങാൻ പോകുന്നു. ഓക്കെ, ഞാൻ പിന്നെ വിളിക്കാം. ബൈ. വേദാന്ത്, അമൂല്യക്ക് നിന്നോട് സംസാരിക്കണമെന്നുണ്ടെന്ന്. എന്നോടോ? ഇത്രയും നേരം സംസാരിക്കായിരുന്നല്ലോ. പിന്നെന്താടാ? അതല്ല, ഇനിയിപ്പോ എൻഗേജ്മെന്റ് അല്ലേ? അത് കഴിഞ്ഞ പിന്നെ കല്യാണത്തിനുള്ള പ്രിപ്പറേഷൻ തുടങ്ങില്ലേ? ഓഫീസ്, ജോലി, അത് ഇതെന്ന് പറഞ്ഞ് നീ ബിസി ആവും. എന്താണെങ്കിലും കല്യാണത്തിന് മുമ്പ് നിന്നോട് അവക്ക് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്നൊരു ആഗ്രഹം ഉണ്ടാവില്ലേ? യാ ഷുവർ, സ്പെൻഡ് ചെയ്യാലോ. വേദാന്ത്, പിന്നെ ഒരു കാര്യം. യാ, അവക്കെന്തോ നിന്നോട് കാര്യമായിട്ട് എന്തോ ചോദിക്കണമെന്നുണ്ട്. അവൾ എന്ത് ചോദിച്ചാലും പറ്റില്ലെന്ന് പറയണ്ട. എന്താന്ന് വെച്ചാ, നമുക്ക് ജീവിതത്തിൽ എന്ത് വേണേലും തിരിച്ചു കിട്ടും. പക്ഷെ സമയം മാത്രം കിട്ടില്ല. ഷുവർ. അവളെവിടെ ഇപ്പോ? ഓക്കെ.
നീയുമായിട്ട് കുറച്ച് സമയം സ്പെൻഡ് ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട്. ഈ സമയം എനിക്കും തിരിച്ചു കിട്ടില്ല. ഞാനിപ്പോ എന്തിനാ ചാൻസ് മിസ് ചെയ്യുന്നത്? പാവം പാർവതി, അവക്കും ആഗ്രഹം ഉണ്ടാവില്ലേ? അമൂല്യെ പോലെ അവള് ബോൾഡൊന്നും അല്ലല്ലോ. പുറത്തു പറയാതെ എല്ലാം മനസ്സിൽ വെക്കാറല്ലേ ഉള്ളൂ. ഞാനായിട്ട് അവളുടെ അടുത്ത് പോയി അവളുടെ മനസ്സിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടോ ചോദിച്ചാലോ? ഇനി ആരെങ്കിലും എന്തെങ്കിലും വിചാരിച്ചാലോ? ആരെന്ത് വിചാരിച്ചാലും എനിക്കെന്താ കുഴപ്പം? ഞാനും പാർവതിയും പ്രണയിക്കുന്ന കാര്യം എല്ലാവർക്കും അറിയാലോ. പാർവതിയോട് ചോദിക്കുന്നതില് എന്താ തെറ്റ്? പാർവതിയോട് ചോദിക്കാം. അയ്യോ, പാർവതിയുടെ കൂടെ ആദ്യം നിൽക്കുന്നുണ്ടല്ലോ. അവൾ ഇനി എന്തെങ്കിലും പറഞ്ഞാൽ അത് മതി, എന്നെ ടീസ് ചെയ്യാൻ തുടങ്ങും. അത് പിന്നെ വിക്കിയും പ്രീതു പറഞ്ഞ എന്റെ കാര്യം കഴിഞ്ഞു. അമൂല്യം ഉണ്ടായിരുന്നെങ്കിൽ അവളുടെ ഹെൽപ്പ് ചോദിക്കായിരുന്നു. അവളാണെങ്കിൽ വേദാന്തിന്റെ കൂടെ. ഞാനിത് ആദ്യമേ പറഞ്ഞതല്ലേ. അമൂല്യ ഇവിടെ തന്നെ നിൽക്കുകയാണോ? അപ്പം വേദാന്തിനോട് സംസാരിക്കണം, ടൈം സ്പെൻഡ് ചെയ്യണം എന്ന് പറഞ്ഞ് അവിടെ നിൽക്കുന്ന ആരാ? ആദിത്യ സാർ, ഒരു മിനിറ്റ്. ഞാനാ അമൂല്യ. അമൂല്യ ഇവിടെ നിൽക്കുകയാണോ? എന്താ ഇവിടെ നിൽക്കാൻ പാടില്ല? അല്ല, കുറച്ചു മുമ്പ് അവിടെ വെച്ച്. ആദി സർ, എന്തെങ്കിലും ഡ്രിങ്ക്സ് കഴിച്ചിട്ടുണ്ടോ? ഞാൻ കുറെ നേരമായിട്ട് ഏട്ടത്തിയോടും പാറുവിനോടും സംസാരിച്ച് ഇവിടെ തന്നെ നിൽക്കായിരുന്നു. അല്ല, അപ്പൊ അവിടെ എനിക്ക് വേദാന്തമായിട്ട് കുറച്ച് ടൈം സ്പെൻഡ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. ഒന്ന് മുഖം കാണിക്കുവോ? അമൂല്യ, ഒന്ന് എന്റെ കൂടെ വന്നേ. ചേട്ടാ, എന്ത് പറ്റി? എന്താ കാര്യം? എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടോ? ഒരു മിനിറ്റ്, ഇപ്പൊ ഞങ്ങൾ തിരിച്ചരാം. അമൂല്യ, 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 ഇവളിത് എങ്ങോട്ടാ പോയേ? ഇങ്ങോട്ടേക്ക് വരാനല്ലേ അവള് പറഞ്ഞത്. എന്നിട്ടാ കഴുത എവിടെ? എന്നോടെന്തോ പേഴ്സണലായിട്ട് പറയാനുണ്ടെന്ന് ആദിയോട് പറഞ്ഞിട്ട് ഇവിടേക്ക് വരാനും പറഞ്ഞു. എന്നിട്ടാ പെണ്ണ് ഇവിടുന്ന് എങ്ങോട്ടേക്കാ പോയേ? എല്ലാരും സന്തോഷത്തോടെ ഇരിക്കുമ്പോ പ്രശ്നം ഉണ്ടാക്കാന്ന് വിചാരിച്ചല്ലേ? ഈ റൗഡി ബേബി ഇവിടെ ഉള്ളപ്പോ പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നോ? ഇന്നുണ്ടല്ലോ അമ്മു, ഇവളോട് എന്തിനാ സംസാരിച്ച സമയം കളയുന്നേ? ഇവളോടൊന്നും ഇങ്ങനെ പറഞ്ഞിട്ട് കാര്യമില്ല. വേദാന്ത്,
നമ്മൾ ഇനി വലിയ വലിയ അച്ചീവ്മെന്റ് ഒക്കെ നേടിയാലേ നമുക്ക് പുറത്തുനിന്ന് സെക്യൂരിറ്റിയുടെ ആവശ്യം വരില്ല. ഇവര് തന്നെ എല്ലാം നോക്കിക്കോളും. അത് ശരിയാ ആദി. അല്ല, പക്ഷെ നീ എന്നോട് പറഞ്ഞത് അമൂല്യ എന്നെ വിളിക്കുന്നുണ്ടെന്നല്ലേ? അതെ വേദാന്ത്, അഹല്യ എന്നെ അങ്ങനെ പറ്റിച്ചതാ. ഒരാണിന്റെ ജീവിതത്തിൽ ഏത് പെണ്ണ് വേണമെന്ന് ദൈവം തമ്പുരാൻ തീരുമാനിച്ചതാ. ഇതാ എന്റെ പെണ്ണ് ആ നിൽക്കുന്നത്. വിവാഹം സ്വർഗത്തിൽ വെച്ച് നടക്കുന്നല്ലേ, അതിന് ആരൊക്കെ ഇടപെട്ടാലും മാറാൻ പോകുന്നില്ല. മറ്റൊരാളുടെ ജീവിതം നശിപ്പിക്കാൻ നോക്കുന്നത് ഒരു തെറ്റാ. മാത്രമല്ല, രണ്ട് ഇണക്കുരുവികൾക്കിടയിൽ വരുന്നതും തെറ്റിക്കാൻ നോക്കുന്നതും വലിയ തെറ്റാണെന്ന് നീ ഓർത്തോ. നിന്നെ പോലുള്ളവർക്ക് ക്ഷമയില്ല. വെറുതെ വിടുന്നു വിചാരിച്ചോ? പിടിക്ക് പാറു. എന്റെ ചെക്കനെ എന്റെ കണ്ണു നിന്ന് കൊണ്ടുവന്ന് നീ വിചാരിച്ചല്ലേ? അല്ലടി നിന്നെ. ഏയ് അതെ അമൂല്യ, നിന്നെ വെറുതെ വിടില്ലടി ഞാൻ. അമൂല്യ സ്റ്റോപ്പ് ഇറ്റ് അമൂല്യ. ജസ്റ്റ് വേദാന്ത്, എടാ ഇവരിങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താലേ അവളുടെ കാര്യത്തിൽ തീരുമാനമാവും. അതല്ലേ ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നേ. അമൂല്യ, അമൂല്യ മതി. ഇനി ഇങ്ങനെ തല്ലി അവള് ചത്തുപോകും അമൂല്യ. വിളിയുണ്ടല്ലോ. പാറു, നിങ്ങൾ ഇങ്ങനെ തന്നെ അടിച്ച് അവർക്ക് എന്തെങ്കിലും പറ്റില്ലേ? ആണെങ്കിൽ അവൾ അനുഭവിക്കട്ടെ സർ. ഇവക്ക് ഇതിനും വലിയ ശിക്ഷയെ കൊടുക്കണ്ടേ? എന്റെ ചെക്കനെ അത് റൗഡി ബേബിയുടെ ചെക്കനെ ടച്ച് ചെയ്യാൻ ഇവൾക്ക് എങ്ങനെ ധൈര്യം വന്നത്? ഇവക്ക് കൊടുക്കുന്ന ഈ ട്രീറ്റ്മെന്റ് കൊണ്ട് ഇവളിൽ നിന്റെ മുഖത്ത് പോയി നോക്കാൻ പാടില്ല. അതാ വേണ്ടത്. വേദാന്ത്, ഇത് വലിയ പ്രശ്നമാണെന്നാ തോന്നുന്നത്. എടി, മതി, ഇങ്ങോട്ട് വാ അമൂല്യ. ഞാൻ വന്നേ. പറയുന്നത് കേൾക്കില്ലേ? മതിയെന്ന് പറഞ്ഞില്ലേ? ഇനി അവളെ തല്ലല്ലേ? അതെ, പാറു. അവള് വിടാനെ പറഞ്ഞിട്ട് വാ. അമൂല്യ ജസ്റ്റ് സ്റ്റോപ്പ് ഇറ്റ്. പാറു ഒന്ന് നിർത്ത്. അവക്ക് എന്തെങ്കിലും പറ്റിയാലോ? പിന്നല്ലാതെ അവള് ചെയ്ത് ശരിയാണോ? അവള് ചെയ്ത് തെറ്റ് തന്നെയാണ് എന്ന് വെച്ച് ഇങ്ങനെ തല്ലി അവക്ക് എന്തെങ്കിലും പറ്റിയാലോ? ചിലര് മോശക്കാരാ വേദാന്ത്. അവരെ അങ്ങനെ തന്നെ വിട്ടാലേ മറ്റുള്ളവരുടെ ജീവിതത്തിൽ പ്രശ്നം ഉണ്ടാക്കും. ശരി, രണ്ടുപേരും ഇനി അത് പറഞ്ഞുകൊണ്ട് നിൽക്കണ്ട. ഇപ്പൊ തന്നെ പോലീസിനെ വിളിച്ച് അവളെ അറസ്റ്റ് ചെയ്യാൻ പറയാം. വേദാന്ത്, അവൾ ഓൾറെഡി എസ്കേപ്പ് ആയെന്നാ തോന്നുന്നത്. കണ്ടില്ലേ അവൾ എത്ര ബുദ്ധിമതിയാണെന്ന്? ഓടിക്കളഞ്ഞു. നമുക്ക് വേണ്ടത് അതിനെയല്ലേ? ആരും ഇനി വേണ്ടാത്തൊന്നും ചിന്തിക്കണ്ട. പോയവളെങ്ങാനും ഇനി തിരിച്ചു വന്ന അവൾ ഇനി ജീവനോട് തിരിച്ചു പോയില്ല. വീണ്ടും വന്നാലേ ഞാൻ പിന്നെ ജയിലിൽ കിടക്കേണ്ടി വരും. താങ്ക് യു കഴുതക്കുട്ടി. നീ സമയത്ത് വന്നില്ലായിരുന്നെങ്കിൽ കാര്യങ്ങളൊക്കെ കൈവിട്ട് പോയേനെ. ഇനി നീ എന്നോട് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മറച്ചു വെക്കാൻ പാടില്ല. എത്ര ജന്മം കഴിഞ്ഞാലും നീ എനിക്കുള്ളത്. പല സംശയങ്ങളും നമ്മൾ തമ്മിൽ ഉണ്ടായെന്ന് വരും. എന്തായാലും നമ്മൾ തന്നെ പരസ്പരം സംസാരിച്ച് ക്ലിയർ ചെയ്യണം. നീ എന്റെ പെണ്ണല്ലേ?